ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്ലി എക്സ്പയറി ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ഇന്ന് രണ്ട് രീതിയിലാണ് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് ബ്രേക്ക്, ഇന്നലെ പറഞ്ഞ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. ആ റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ് ട്രെൻഡിലേക്ക് പോയിട്ട് ലാസ്റ്റ് അവറിൽ കുറച്ച് സെല്ലിംഗ് കാണിച്ചു എന്നതാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നിഫ്റ്റി മോർണിംഗിൽ ഓപ്പൺ ആയിട്ട് ഒരു സ്ലോ ആയിട്ട് ഒരു അപ്സൈഡിലേക്ക് പോയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ആ ബ്രേക്കിന് ശേഷം ഒരു നല്ലൊരു കൺസോളിഡേഷൻ അവിടെ ഒരു വീക്ക് ആയിട്ടുള്ള ക്യാൻഡിലേക്ക് പിന്നെ ഒരു പവർഫുൾ സെല്ലിംഗ് ആണ് നടത്തിയത്. ആ സെല്ലിങ്ങിന് ശേഷം ലാസ്റ്റ് അവറിൽ അവിടെ ഒരു കൺസോളിഡേഷൻ, ചെറിയൊരു കൺസോളിഡേഷൻ നടന്നു ക്ലോസ് ചെയ്തു. സോ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു വീക്ക് ആയിട്ടാണ് ഇപ്പോഴുള്ളത്. ഓൾ ടൈം ഹൈ ക്ലോസ് ചെയ്തിട്ടെങ്കിലും നിഫ്റ്റിയുടെ കഴിഞ്ഞ 4 ദിവസത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം റെഡ് ക്യാൻഡിലാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് നല്ല പവർഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവരും. ഇനിയും കുറച്ചുകൂടി പോയാൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്ലോസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ എനിവേ നമുക്ക് ചാർട്ട് നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നടന്നതെന്നൊക്കെ വിശദമായിട്ട് നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഓക്കെ, നമുക്ക് ആദ്യം നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി ചാർട്ടാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്ന ഒരു റേഞ്ച്, നിഫ്റ്റി റേഞ്ച് ഓൾ ടൈം ഹൈ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൽ ഒരു 4 ദിവസമായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഒരു ഇൻസൈഡ് എല്ലാം ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ഒരു ഫസ്റ്റ് ഉണ്ടായ ആ റെഡ് ക്യാൻഡിലിന്റെ അകത്ത് തന്നെയാണ് എല്ലാ ദിവസവും കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ ഫോർമേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, അപ് സൈഡിലേക്ക് ഒരു സ്വിങ് കാണിക്കുന്നുണ്ട്. നിഫ്റ്റി ആണെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഒരേ സ്ഥലത്ത് മാത്രമേ ട്രേഡ് നടക്കുന്നുള്ളൂ. സോ ഇത് രണ്ടും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. നിഫ്റ്റി ആണെങ്കിൽ വീക്ക് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മളെ ഡെയിലി ക്യാൻഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും 50 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് നോക്കാം. നാളെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ഇന്ന് രാത്രിയിലാണ് US ഫെഡ് റേറ്റ് കട്ടിന്റെ റിസൾട്ട് വരുന്നത്. അതായത് അവർ എത്ര 25 പോയിന്റോ അല്ലെങ്കിൽ 50 പോയിന്റോ ഒരു ഫെഡ് റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാത്രിയോടെ അത് വരും. അതിനനുസരിച്ച് നാളത്തെ മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയാണ്. സോ ഇത് രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം നാളെ ട്രേഡ് എടുക്കുക. കാരണം നല്ലൊരു വാളറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും. ചിലപ്പോൾ നല്ലൊരു ഡയറക്ഷൻ മൂവ്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു അപ്സൈഡ് മൂവ്മെന്റ്. കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് ഇപ്പോഴും. കാരണം ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആണ്, നിഫ്റ്റിയും ഓൾ ടൈം ഹൈ തന്നെയാണ്. അപ്പോൾ മാക്സിമം ബൈയിങ് സൈഡ് ഓപ്പർച്യൂണിറ്റി മാത്രം ട്രേഡ് നോക്കുക. അത് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വാളറ്റൈൽ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ട്രേഡ് നോക്കുക ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണ് മൂവ്മെന്റ്, ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ഒരേ പ്ലേസ് തന്നെയാണോ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് നടക്കുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. സോ ഇന്നലെ നമ്മൾ സംസാരിച്ച ഈ ഒരു ലെവൽ, ഈ ഒരു ലെവലാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് പോകാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നിഫ്റ്റിയിൽ തന്നു. പക്ഷെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ബ്രേക്ക്ഔട്ട് കണ്ട ഉടനെ ചാടിക്കേടി ഒരിക്കലും ട്രേഡ് ആകില്ല. അവിടെ എങ്ങനെയാണ് മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ നോക്കണം. കാരണം ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നു, പക്ഷെ പിന്നെയുള്ള ക്യാൻഡിലും ആ ഒരു ഫോർമേഷനും എല്ലാം ഒരു അപ്സൈഡ് വിക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ട് മാർക്കറ്റ് അതേപോലെയാണ് ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് തന്നത്. അവിടെ ബ്രേക്ക്ഔട്ട് നടത്തും, പക്ഷെ അപ്പൊ തന്നെ ഒരു സ്ട്രോങ് സെൽ ഓഫ് വന്നു. ഈ ബോട്ടം ഇവിടെ നമ്മൾ താഴെ വരച്ച പ്രീവിയസ് ആയിട്ട് കുറെ ഇവിടെ ടെസ്റ്റിംഗ് നടന്നു, അതേ ലെവലിൽ നിന്ന് പിന്നെയും താഴെ പോയി പിന്നെ അവിടെ റിവേഴ്സ് ആവുകയാണ്. പിന്നെ അവിടെ കൺസോൾട്ടേഷൻ നടന്നിട്ട് അവിടെ തന്നെ ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇനി നമുക്ക് നിഫ്റ്റിയിൽ നോക്കാനുള്ളത് നാളത്തെ ഫസ്റ്റ് നമ്മൾ അനാലിസ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ 25,400 എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 25,400 അതൊരു മെയിൻ ഇമ്പോർട്ടന്റ്. കാരണം അത് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് കൺഫേം ആക്കിയിട്ട് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ നോക്കേണ്ട ഈ ഒരു ബ്രേക്ക്ഔട്ട് വീണ്ടും നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് ബ്രേക്ക് ഔട്ട് ഉണ്ടായ അതേ പൊസിഷൻ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അപ്സൈഡ് തന്നെ നോക്കാം. അതല്ല ഇന്നത്തേതിനേക്കാൾ ലോ വന്ന് ഈ 25,300 ഞാൻ താഴെ വരച്ച ഈ ഒരു ലൈൻ ഉണ്ട്, ഈ ഒരു ഇത് ഞാൻ കളർ മാറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 25,300 ഇതും കൂടി ക്രോസ് ചെയ്ത് താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് പ്രൈസ് ആക്ഷൻ ഇതേപോലെ ചിലപ്പോൾ ഇവിടുന്ന്
ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാർക്കറ്റ് പോകാറുണ്ട്. ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിങ് തന്ന് ഇതിന്റെ താഴെ വന്നിട്ട് ഇവിടുന്ന് വീണ്ടും നല്ലൊരു റിവേഴ്സോ അവിടെ ഒരു 15 മിനിറ്റ് ഒക്കെ മാർക്കറ്റ് സ്റ്റേ ചെയ്ത് അതിന്റെ താഴെ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് മാത്രം ഒരു സെല്ലിംഗ് സൈഡ് നോക്കാം. അതല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സൽ കാണുന്നുണ്ടെങ്കിൽ അപ്പ് സൈഡേക്ക് ട്രേഡ് നോക്കാൻ പറ്റും. സോ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പറഞ്ഞ പോലെ ഒരു അപ്സൈഡ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ്. ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ഒരു ലൈനും നന്നായിട്ട് ഇത് ഇപ്പം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി നിങ്ങളത് കാണുമ്പോൾ തന്നെ മനസ്സിലായി. നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ക്യാൻഡിൽ തന്നെ ക്രിയേറ്റ് ആവുന്നത് അവിടെ തന്നെ നമുക്ക് ആ ക്യാൻഡിൽ ഫോർമേഷൻ കാണുമ്പോൾ മനസ്സിലായി. ഇത് നന്നായിട്ട് അപ്സൈഡ് പോയി. ഇവിടെ ഒരു ചെറിയൊരു വീക്ക്നെസ് മാത്രം സെല്ലിംഗ് സൈഡ് കണ്ടു, പിന്നെയും പോയി. സോ പക്ഷേ നിഫ്റ്റി ആണെങ്കിൽ എന്താണ്, നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ അവിടെ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതൊരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ളതോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ലോവർ സൈഡ് നോക്കുകയാണെങ്കിൽ 52,600 ഒരു സപ്പോർട്ടായിട്ട് നോക്കാൻ പറ്റും. കാരണം ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ മാത്രം താഴത്തേക്കുള്ള ഒരു പൊസിഷൻ നോക്കുക. മുകളിലാണെങ്കിൽ 53,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഉണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് ഇന്ന് നല്ലൊരു അപ്സൈഡ് പോയത് കൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു അപ്സൈഡ് മൂവ്മെന്റ് തന്നിട്ട് പിന്നെ ഒരു റീട്രേസ്മെന്റ് തന്നിട്ടായിരിക്കും മാർക്കറ്റ് അപ്സൈഡ് ആകും. സോ നിങ്ങൾ മുകളിലോട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബൈയിങ് സൈഡ് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെല്ലിംഗ് സൈഡ് ഒരു ചെറിയൊരു പോയിന്റ്, അതായത് മുമ്പത്തെ ഈ ഒരു റീട്രേസ്മെന്റ് ആയിട്ട് മാത്രം ഒരു സെല്ലിംഗ് സൈഡ് ട്രേഡ് നോക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട നാളെ ഫെഡ് റേറ്റിന്റെ ഇതുണ്ടായതുകൊണ്ട് മാർക്കറ്റ് വാളറ്റൈൽ ആയിരിക്കും. നിഫ്റ്റി എക്സ്പയറി ഡേ കൂടിയാണ്. സോ ഇത് രണ്ടും ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.